26 CPI എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പുതുതായി 8 പേരാണ് CPI എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. PP സുനീറും സത്യമൊകേരിയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരാണ്. CPMന്റെ ബി ടീമായി CPI മാറുമെന്ന് ആരും കരുതേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. LDFനകത്ത് CPI എടുത്ത എല്ലാ നിലപാടുകൾക്കും അവസാനം വിജയമുണ്ടായിട്ടുണ്ട്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ മാറ്റണമെന്ന് CPI നിലപാടെടുത്തു. ബ്രൂവറിയിലും CPI മുട്ടുകുത്തിയില്ല, നിവർന്നു നിന്ന് കാര്യം പറഞ്ഞു. CPI തുടങ്ങിയ കനൽ യൂട്യൂബ് ചാനലിലായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം വന്നത്. അതൊന്ന് കേൾക്കാം. മുറുമുറുപ്പില്ലാതെ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞുവോ? ഒപ്പം തന്നെ പാർട്ടി ഒരു തിരഞ്ഞെടുപ്പിലേക്ക് സുസജ്ജമായി തന്നെ ചുവടുവയ്ക്കുകയാണോ? CPയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് പൊളിറ്റിക്കൽ ഒരു വിശകലനത്തിലേക്ക് പോകാം. മാർഷൽ വി സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. മാർഷൽ, ഈ സമ്മേളന കാലയളവിന് മുൻപ് പലരും പറഞ്ഞ് പല മുറുമുറുപ്പുകൾ ഉണ്ടായേക്കാം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതിലെ കൗൺസിൽ അംഗങ്ങളെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ. ഇപ്പോൾ പുതിയൊരു ടീം വരികയാണ്. ആ ടീമിനെ കുറിച്ച് ആദ്യം ഒന്ന് വിലയിരുത്തിയ, അതായത് CPI സമ്മേളനങ്ങളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. കാരണം CPIയുടെ സമ്മേളനത്തിൽ ചില അസ്വാരസ്യങ്ങൾ സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ വന്നുള്ളൂ. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കുകയും മുമ്പ് കാനമിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സംവിധാനം മാറ്റി 3 ടയർ, അതായത് സെക്രട്ടേറിയറ്റ്, എക്സിക്യൂട്ടീവ്, കൗൺസിൽ എന്നുള്ള പഴയ CPIയുടെ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് തന്നെ ഈ സമ്മേളനത്തോടുകൂടി മാറി എന്നുള്ളതാണ്. ആ സമ്മേളനത്തിൽ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി മുല്ലക്കരയുടെ പേരും TJ ആഞ്ചലോസിൻ്റെ പേരും ഒക്കെ നമ്മൾ ഉയർന്ന് കേട്ടെങ്കിലും PP സുനീറിനൊപ്പം സത്യമൊകേരി കൂടി എത്തുന്നു എന്നുള്ളതാണ്. ആ നിലത്തിൽ ഒരു മുതിർന്ന ഒരംഗവും അതോടൊപ്പം തന്നെ യുവാക്കളെയൊക്കെ ആകർഷിക്കാൻ കഴിയുന്ന യുവ നേതൃത്വവും എക്സിക്യൂട്ടീവിലേക്കും വന്നിട്ടുണ്ട്. അത് വനിതാ പ്രാതിനിധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഒരു വിഭാഗീയതയുടെ ഭാഗമൊക്കെ ആയി തന്നെ VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറി നിന്നെങ്കിൽ സുനിൽ ഉൾപ്പെടെയുള്ളവർ വീണ്ടും എക്സിക്യൂട്ടീവിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ CPIയെ സംബന്ധിച്ചോളം CPMുമായിട്ടുള്ള ഒരു ബന്ധവും കൂടിയാണ്. ഇസ്മയിൽ ഫാക്ടർ സ്വാഭാവികമാണ്. അതിപ്പം അത് ആ സമ്മേളന സമയത്ത് തന്നെ അവരത് പരിഹരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ബിനോയ് വിശ്വത്തിന് വീണ്ടും ഒരു ഊഴോടെ കിട്ടുവാണ്. അപ്പം ആ സ്വാഭാവികമായിട്ടും സംഘടനാ സെക്രട്ടറി എന്ന നിലയിലേക്ക് അത് പരിഹരിച്ച് മാത്രമേ അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എറണാകുളത്തെ ഇഷ്യൂ അറിയാമല്ലോ. എറണാകുളത്ത് ജില്ലാ സെക്രട്ടറിയുടെ CPMുമായിട്ടുള്ള ചില എതിർസ്വരങ്ങൾ, അത് ഈ നിലപാടുകളുടെ കാര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നതാണ്, പല കാര്യങ്ങളും ഞങ്ങൾ ബി ടീമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. അവിടെ ബ്രൂവറി എടുത്തു നോക്കൂ, അവിടെ ADGPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുക്കൂ, നയപരമായ കാര്യങ്ങൾ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി പല രീതിയിലും കൂടിയാലോചനകൾ നയപരമായി വരും. അവിടെ ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റാൻഡും ഇനിയുള്ള നിലപാടുകളും എന്തായിരിക്കും? എറണാകുളത്തെ രാഷ്ട്രീയവും കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം എറണാകുളത്ത് CPIയുടെ തന്നെ ഉൾപാർട്ടി വിഷയങ്ങൾ നിരവധി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ മുന്നണിയിൽ തന്നെയുള്ള CPMലേക്ക് CPIക്കാർ പോകുമ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ എത്തി അവരെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് വിയോജിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചും അങ്ങനെ പറയുന്നുള്ളൂ. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടാണ്. 1964 CPI പിളർന്നുകൊണ്ട് CPM വരുമ്പോൾ 65 പേരുണ്ടായിരുന്ന 32 പേര് CPMലേക്ക് ഇറങ്ങിപ്പോരുവാണ്. അതിൽ 33 പേര്. ആ ഒരാളുടെ ഒരു നേട്ടം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് CPMന് കീഴിലാണ് എപ്പോഴും CPI നിൽക്കുന്നത്. അവിടെ ഞാൻ ഒരു കാര്യം കൂടി, ഈ CPI മന്ത്രിമാരെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണ്? പിന്നീട് ഇപ്പോൾ സിറ്റിംഗ് MLAമാർ, CPI സിറ്റിംഗ് MLAമാർ, അവരെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ കൂടി പൊതുവില്, അതായത് പൊതുവില് CPI CPMന്റെ പല കാര്യങ്ങളെയും തിരുത്തുന്നു. സർക്കാരിൻ്റെ ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് പരിസ്ഥിതി പ്രശ്നങ്ങളിലായാലും നേരത്തെ സൂചിപ്പിച്ച ബ്രൂവറി ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളിലും സർക്കാരിനെ തിരുത്തുന്ന അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ സ്വഭാവത്തോടുകൂടി ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വ്യതിയാനം ഉണ്ടാകുന്നു എന്ന് കാണുമ്പോഴൊക്കെ അതിൽ തിരുത്തൽ നടത്തുവാൻ പറ്റുന്ന ഒരു ശക്തിയായി, തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് CPI ഉയർത്തുന്ന ഒരു വാദം. പക്ഷേ പഴയതുപോലെ ഒരു സാധനം നമ്മൾ വെളിയത്തെ കണ്ടിട്ടുണ്ട്. ചന്ദ്രപ്പന്റെ കാലഘട്ടം, അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അതിനകത്ത് കൈപ്പള്ളി ഒരു പ്രശ്നമുള്ളത്. ആ സമയത്ത് ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നല്ല രീതിയിൽ പോകുന്ന സമയമാണ്. ഇന്ന് നമ്മൾ നോക്കിയാൽ എന്താണ് കാണുന്നത്? കനലൊരു തരി മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തും ഈ ഒരു വിഷയം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ഈ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം എന്തിനെ തടയണം എന്നുള്ളൊരു ചോദ്യം CPIക്കാർ തന്നെ ചോദിച്ചിട്ടുണ്ട്. കാനം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാത്തിനും കയറി CPMനെ എതിർക്കുന്നതിന് വേണ്ടിയാണോ ഞങ്ങൾ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം അത്തരമൊരു തീരുമാനം ഉണ്ടാകില്ല. എന്തായാലും ആ 3 ടയർ സംവിധാനം വന്നിരിക്കുന്നു. സംഘടനാതലത്തിൽ അങ്ങനെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് തന്നെ CPI തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും അങ്ങനെ CPIയും സുസജ്ജം എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണം.